ഇടതുപക്ഷ കോട്ടയായിരുന്ന ഒരിടത്ത് ഇപ്പോൾ BJP ഒരു തൂത്തുവാരൽ വിജയം നേടിയെടുത്തിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ഇടതുപക്ഷം അപ്രത്യക്ഷമാവുന്ന തരത്തിൽ, ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. 97% സീറ്റുകളാണ് BJP തൂത്തുവാരിയിരിക്കുന്നത് എന്നാണ് അറിഞ്ഞ കാര്യം എന്ന് പറയുന്നത്. അതായത് ഇത് മറ്റെവിടെയുമല്ല, ഒരു കാലഘട്ടത്തിൽ ത്രിപുരയിൽ ഇടതുപക്ഷത്തിന്റെ ഭരണമായിരുന്ന, ഏറ്റവും വലിയ തോതിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ടായിരുന്ന ത്രിപുരയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവവികാസം നടന്നിരിക്കുന്നത് തന്നെ. ത്രിപുരയിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് 97% സീറ്റുകളും നേടിക്കൊണ്ട് ഭരണകക്ഷിയായിട്ടുള്ള BJP തകർപ്പൻ വിജയം നേടിയെടുത്തിരിക്കുന്നത് തന്നെ. ഗ്രാമപഞ്ചായത്തുകൾ, പഞ്ചായത്ത് സമിതികൾ, ജില്ലാ പരിഷത്തുകൾ എന്നിവിടങ്ങളിലായിട്ട് 71% സീറ്റുകളിൽ BJP എതിരില്ലാതെയാണ് വിജയം നേടിയിരിക്കുന്നത്. ശേഷിക്കുന്ന 29% സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പിലും BJPക്ക് വലിയ തോതിലുള്ള ഒരു നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിഞ്ഞത് തന്നെ. 606 ഗ്രാമപഞ്ചായത്തുകളിൽ 584 എണ്ണത്തിലും 35 പഞ്ചായത്ത് സമിതികളിൽ 34 എണ്ണത്തിലും 8 ജില്ലാ പരിഷത്തുകളിൽ 8ലും പാർട്ടി വിജയിക്കുകയായിരുന്നു. യഥാർത്ഥം പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഒരു തകർപ്പൻ തോൽവിയും അതേസമയം ഭരണകക്ഷിയായിട്ടുള്ള BJPക്ക് ഒരു തകർപ്പൻ വിജയവുമാണ് ത്രിപുരയിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ. 8 ജില്ലാ പരിഷത്തുകളിലായിട്ട് മത്സരിച്ച 96 സീറ്റുകളിൽ 93 സീറ്റുകളിലും BJP വിജയിക്കുകയുണ്ടായി. അതേസമയം കോൺഗ്രസും CPIM-ഉം യഥാക്രമം 2 സീറ്റിലും 1 സീറ്റിലുമാണ് വിജയിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് സമിതികളുടെ കാര്യത്തിലാണെങ്കിൽ വോട്ടെടുപ്പ് നടന്ന ആകെ 188 സീറ്റുകളിൽ 173 എണ്ണത്തിലും സംസ്ഥാന പാർട്ടി വിജയിക്കുകയുണ്ടായി. CPIM-ഉം കോൺഗ്രസും യഥാക്രമം 6 സീറ്റിലും 8 സീറ്റിലുമാണ് വിജയിച്ചിരിക്കുന്നത് തന്നെ. മത്സരിച്ച 1819 ഗ്രാമപഞ്ചായത്തുകളിൽ 1476 സീറ്റുകൾ BJP നേടിയെന്നും CPM-ന് കിട്ടിയത് ആകെ 148 എണ്ണവും കോൺഗ്രസിനാണെങ്കിൽ 151 എണ്ണവും ത്രിപാമോർത്തയ്ക്ക് 24 സീറ്റുകളും ലഭിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP-യിൽ വിശ്വാസം അർപ്പിച്ചതിന് BJP ജനങ്ങളോട് നന്ദി പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇടതുപക്ഷത്തെക്കാട്ടിലും കൂടുതൽ കോൺഗ്രസ് ആണ് നേടിയതെന്നും അവിടെ ഭരണപക്ഷമായിരുന്ന ഇടതുപക്ഷം ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയുമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ത്രിപുരയിൽ നേരിടേണ്ടി വന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടുത്തെ 97% സീറ്റുകളും BJP തൂത്തുവാരുകയും പ്രതിപക്ഷം നിഷ്പ്രഭമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പോലും ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് പലയിടങ്ങളിലും ഇടതുപക്ഷം CPIM 3ാം സ്ഥാനത്തേക്ക് വരെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിൻ്റെന്നും പിന്നിൽ പോകുന്ന തരത്തിലോട്ട് ത്രിപുരയിൽ ഭരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു സ്ഥലത്ത് അവർ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എന്തായാലും BJP സംബന്ധിച്ചിടത്തോളം ഒരു തൂത്തുവാരൽ വിജയം എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. 97% സീറ്റുകളും നേടിയെടുത്തുകൊണ്ട് ഒരു വമ്പൻ വിജയം ത്രിപുരയിൽ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അവിടെ ഇടതുപക്ഷത്തിന് ഒരു വലിയ പരാജയം നേരിടേണ്ടി വന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.